സാഹസിക ജല കായിക മത്സരങ്ങളുമായി കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 27 തുടക്കമാകും. ബേപ്പൂർ ബീച്ച്, ചാലിയം ബീച്ച്, നല്ലൂർ മിനി സ്റ്റേഡിയം എന്നീ വേദികളിൽ 3 ദിവസങ്ങളിലായി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഡ്രോൺ ലൈറ്റ് ഷോ, ജലകായിക മത്സരങ്ങൾ, സംഗീത വിരുന്ന് എന്നിങ്ങനെ വിവിധ പരിപാടികൾ അരങ്ങേറുന്ന മനോഹര നിമിഷങ്ങൾക്കാണ് കോഴിക്കോട് ഈ മാസം 27 വേദിയാവുക. ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾ 13 മുതൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 25 മുതൽ 31 വരെയാണ് നല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഭക്ഷ്യമേള നടക്കുക. ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് നിരവധി ടൂറിസം വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലബാറിലേക്ക് കൂടുതൽ ടൂറിസം ഇൻഡസ്ട്രി കടന്നു വരാൻ സാധിക്കുന്ന നിലയിൽ ബിസിനസ് ടു ബിസിനസ് മീറ്റാണ്, B2B മീറ്റാണ്. ഡിസംബർ മാസം 27 B2B മീറ്റ് കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് ചാലിയാറിന്റെ തീരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടൂറിസം ഇൻഡസ്ട്രിയിലെ വിവിധ മേഖലകളിലുള്ളവർ ഇതിനകം തന്നെ B2B മീറ്റിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇവരൊക്കെ തന്നെ മലബാർ ടൂറിസത്തിനും കേരള ടൂറിസത്തിനും വികാസം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പുതിയ പദ്ധതികൾക്ക് സ്വകാര്യ നിക്ഷേപത്തിന് ഉൾപ്പെടെ തയ്യാറായി നിൽക്കുകയാണ്. അതും ഈ B2B മീറ്റിംഗിന്റെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കും. കാണികളെ ഹരം കൊള്ളിക്കുന്ന സർഫിംഗ്, സെയിലിംഗ്, കയാക്കിംഗ്, കൺട്രി ബോട്ട് റേസ് തുടങ്ങിയ നിരവധി ജലസാഹസിക പരിപാടികളാണ് ബേപ്പൂർ ബീച്ചിൽ സംഘടിപ്പിക്കുന്നത്. കൂടാതെ മലബാറിലെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 27 ബിസിനസ് ടു ബിസിനസ് മീറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരം ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.